രാവണൻ പൂർവാധികം ശക്തിയോടെ യുദ്ധം തുടങ്ങി. രാവണന് മുറിവ് പറ്റി. രാവണൻ്റെ കൊടിമരം ലക്ഷ്മണനെയ്ത അമ്പുകൊണ്ട് മുറിഞ്ഞു. രാവണൻ്റെ ചാപവും മുറിച്ചു. വിഭീഷണൻ അശ്വങ്ങളെ കൊന്നു. തേരിൽ നിന്നിറങ്ങിയ രാവണൻ വേൽ കൊണ്ട് ലക്ഷ്മണനോട് ഏറ്റുമുട്ടി. ലക്ഷ്മണൻ ആ വേൽ മുറിച്ചു. എന്നാൽ വിഭീഷണനെ കൊല്ലാൻ വീണ്ടും ഒരു വേൽ കൊണ്ട് ഏറ്റുമുട്ടിയ രാവണൻ്റെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ വിഭീഷണനെ രക്ഷിക്കുവാൻ മുന്നിൽ കയറി നിന്ന് ലക്ഷ്മണൻ യുദ്ധം ചെയ്തു. രാവണൻ്റെ ശരീരം പിന്നെയും മുറിഞ്ഞു. എന്നാൽ വിഭീഷണനെ കൊല്ലാതെ നിന്റെ മേൽ വേൽ പ്രയോഗിക്കാമെന്ന് രാവണൻ ലക്ഷ്മണനോട് പറയുന്നു. വേൽ പ്രയോഗത്തിൽ വേൽ നെഞ്ചിൽ തറച്ച് ലക്ഷ്മണൻ വീണു. ശ്രീരാമൻ വിഷമിച്ചു. ലക്ഷ്മണൻ്റെ മാറിൽ തറച്ച ശക്തിവേൽ പറിച്ചെടുക്കാൻ വാനരന്മാർക്ക് സാധിച്ചില്ല. എന്നാൽ ശ്രീരാമൻ അത് നിഷ്പ്രയാസം കഴിഞ്ഞു. സുഗ്രീവനോടും സുഷേണനോടും ഹനുമാനോടും ലക്ഷ്മണനെ ശുശ്രൂഷിക്കണമെന്നറിയിച്ച് രാമനോ രാവണനോ രണ്ടിലൊരാൾ മതി ഇനിയെന്നുറച്ച് ശ്രീരാമൻ യുദ്ധം തുടർന്നു. മഴ ചൊരിയും പോലെ അസ്ത്രങ്ങൾ പെയ്തു. ഞാണൊലി കേട്ട് ജഗത്രയം ഞെട്ടി. അപ്പോഴും തൻ്റെ സഹോദരൻ വീണുകിടക്കുന്നതോർത്ത് ശ്രീരാമൻ ആദി പൂണ്ടു. ശ്രീരാമൻ സുഷേണനോട് പറയുന്നുണ്ട്, അവനില്ലെങ്കിൽ പിന്നെ ഞാനും ജീവിച്ചിരിക്കുകയില്ല. അവൻ്റെ കൂടെ മരിച്ചാൽ മതി എനിക്കും. അവനെ ഓർക്കുമ്പോൾ എനിക്ക് യുദ്ധം ചെയ്യിക്കാനുള്ള ശക്തിയോ ബലമോ കിട്ടുന്നില്ല. ഇപ്പോഴെനിക്ക് രാവണനെ ജയിക്കണമെന്നുള്ള ചിന്ത പോലുമില്ല. എന്നാൽ സുഷേണൻ ലക്ഷ്മണനൊന്നും പറ്റിയിട്ടില്ലെന്നും മോഹാലസ്യത്തിൽ നിന്നുടൻ ഉണരുമെന്നും അറിയിക്കുന്നു. ശ്രീരാമൻ്റെ നിർദ്ദേശത്താൽ വിശല്യകരണി എന്ന ഔഷധം ഹനുമാൻ കൊണ്ടുവരികയും അത് നസ്യം ചെയ്തപ്പോൾ ലക്ഷ്മണൻ കണ്ണു തുറന്നു. ശ്രീരാമൻ സഹോദരനെ കെട്ടിപ്പിടിച്ചു. നീ തളർന്നതു കണ്ടിട്ട് എൻ്റെ ധൈര്യം മുഴുവൻ പോയിരിക്കുന്നു എന്നുള്ള ശ്രീരാമൻ്റെ വാക്കുകളെ ലക്ഷ്മണൻ മറുപടി കൊണ്ട് ശക്തിപ്പെടുത്തുന്നു. സത്യം മിഥ്യയാകരുതെന്നും രാവണനെ കൊന്ന് ജഗത്രയം പാലിക്കണമെന്നും പറയുമ്പോൾ നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുത്ത് ശ്രീരാമൻ വീണ്ടും രാവണനോട് ഏറ്റുമുട്ടി.